സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. കൊല്ലം തീരത്തെ മത്സ്യബന്ധന ബോട്ടുകളെല്ലാം അഷ്ടമുടിക്കായലിലേക്ക് മാറ്റി. നീണ്ടകര പാലത്തിന്റെ തൂണുകൾ ഇരുമ്പു ചങ്ങലയിൽ ബന്ധിച്ചു പൂട്ടിടും. അഴിക്കൽ തുറമുഖവും അടച്ചിടും. 52 ദിവസം നീളുന്ന നിരോധനം ജൂലൈ 31-നാണ് അവസാനിക്കുക. വരും ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുമെന്നത് അവർ തന്നെ പറയുന്നു. കൊല്ലം നീണ്ടകരയിൽ നിന്ന് ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നടുക്കടലിലാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം. ഇന്ന് മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇപ്പോൾ പേടിയാകുകയാണ്. നടുക്കടലിൽ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓളത്തിൽ തള്ളുകയാണ്. പേടി ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട്. നന്ദുവാണ് ക്യാമറ ചെയ്യുന്നത്. ഈ വരുന്ന 52 ദിവസം ട്രോളിംഗ് നിരോധനത്തിൽ എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്നൊക്കെ നമുക്കറിയണം. ഒരു 10-20 മിനിറ്റായി ഞാനിപ്പോൾ ഈ ബോട്ടിൽ നിൽക്കുന്നത്. സഹിക്കാൻ കഴിയില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. സ്രാങ്കേ, ഇതാണ് ഈ ബോട്ടിൻ്റെ സ്രാങ്ക്. എങ്ങനെ കഴിയുന്നു? ഇത് എത്ര കാലമായി ഈ ജോലി ചെയ്യുന്നു? ഈ ജോലി ചെയ്തിട്ട് ഞങ്ങൾ ഒരു 30 കൊല്ലമായി. 30 കൊല്ലമായി അല്ലേ? ഇനിയിപ്പോൾ ഇന്ന് മുതൽ ട്രോളിംഗ് നിരോധനമാണല്ലോ. എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇനിയുള്ള 52 ദിവസം? ഇനിയും അവിടെ പോയി ചിലപ്പോൾ കൊച്ചു പണിയൊക്കെ എടുത്ത് അങ്ങനെ ജീവിച്ചു പോകും. ചില സമയത്ത് അവിടെ പോയി ഇരുന്നിട്ട് പലിശക്ക് പൈസ മേടിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പണിക്ക് വരുന്നത്. പിന്നെ ഇവിടെ കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ കടമുട്ടുകയാണ്. ഈ ട്രോളിംഗ് നിരോധനം വന്നാൽ നിങ്ങളുടെ ഈ ബോട്ടിലെ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയുള്ള സാധനങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുക? ഇത് ഞങ്ങൾ ഒന്നിൽ ബോട്ടിലെ പണി കുറവാണെങ്കിൽ സ്റ്റോറിനകത്ത് ഇറക്കി വിട്ടിട്ട് പൂട്ടിയിടും. ഇല്ലെങ്കിൽ കിളക്ക് ഇറക്കി വീട്ടിൽ വെക്കും. ഇല്ലെങ്കിൽ വേറെ സ്ഥലം നോക്കി അവിടെ വെക്കും. ഈ സമയമാണ് ബോട്ടൊക്കെ അറ്റകുറ്റപ്പണികൾ എടുക്കുക അല്ലേ? വർക്ക്ഷോപ്പ് കയറ്റും. വർക്ക്ഷോപ്പ് കയറ്റി പെയിൻ്റ് അടിച്ച് മറ്റുള്ള പണിയൊക്കെല്ലാം ചെയ്യുകയാണ്. ചെയ്തിട്ട് നമ്മൾ മറ്റേ ഒത്തിരി പൈസ ആക്കും. ഒരു 5 ലക്ഷം 6 ലക്ഷമൊക്കെ ഈ പൈസ ഒക്കെ ചിലവാക്കും. ഈ കടലിൽ നമ്മൾ കിട്ടിയാലോ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തുള്ളൂ. ഒരു തവണ ബോട്ടുമായി കരയിൽ നിന്ന് കടലിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ദിവസം ഈ കടലിലുണ്ടാവും? ഞങ്ങൾ ഒരു മാക്സിമം ഒരു 8 ദിവസം 6 ദിവസം ഇങ്ങനെയൊക്കെ മാക്സിമം കടലിൽ 6 to 8 ദിവസം ഉണ്ടാവും. എത്ര രൂപയുടെ മീൻ കിട്ടും? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പണി നമുക്ക് ദൈവം തരുന്നതനുസരിച്ച് നമുക്ക് മീൻ കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ ഒന്നും കിട്ടാത്ത ദിവസങ്ങളുണ്ടാവും. ഉണ്ട്, കടമായിട്ട് വരുന്നുണ്ട് ബോട്ടുകൾ. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം. ഇനിയിപ്പം ഈ ബോട്ടിൽ എത്ര പണിക്കാരുണ്ട്? ഈ ബോട്ടിൽ മാത്രം 12 പേര്. 12 പേര് ഈ ബോട്ടിലുണ്ട്. ഇവരെല്ലാവരും ഇന്ന് രാത്രിയോട് കൂടെ തന്നെ ഈ പണികളൊക്കെ നിർത്തി മറ്റ് തൊഴിലിലേക്ക് കടക്കുകയാണ്. ഇതാണ് മത്സ്യത്തൊഴിലാളികളുടെ ദിവസം. നീണ്ടകര പാലത്തിൻ്റെ താഴ്ഭാഗത്ത് ഇന്ന് ചങ്ങലയിട്ട് പൂട്ടും. അതിനുശേഷം ഒരു ബോട്ടുകൾക്ക് പോലും കടലിൽ ഇറങ്ങാൻ പാടില്ല. വള്ളങ്ങൾക്ക് കടലിൽ ഇറങ്ങി, അതായത് ഉൾക്കടലിലേക്ക് പോകാൻ പാടില്ല. ഈ ചുറ്റുവട്ടത്തിൽ പോയി മീൻ പിടിക്കാവുന്ന ഒരു അനുമതി ഉണ്ട് അല്ലേ? വള്ളങ്ങൾക്ക് പോയി ചെയ്യാവുന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.